നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്യാപാര താരിഫ് ആശങ്കകൾ കയറ്റുമതിയെയും നിക്ഷേപത്തെയും ബാധിക്കും. ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം ADB 6.5% കുറച്ചു. ഇ-കൊമേഴ്സ് കമ്പനി മിന്ത്രയ്ക്കെതിരെ 1654 കോടി രൂപയുടെ ഫെമ കേസ്. വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളുടെ പേരിലാണ് ED കേസെടുത്തത്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകുന്നതിനായി പ്രധാനമന്ത്രി UKയിലേക്ക് തിരിച്ചു. UKയുമായുള്ള വ്യാപാര കരാർ ട്രംപിനുള്ള സന്ദേശം കൂടിയെന്ന് റിപ്പോർട്ട്. ഇൻഫോസിസിന്റെ ഒന്നാം പാദത്തിലെ ലാഭം 8.6% ഉയർന്ന് 6921 കോടി രൂപയായി. വരുമാനം 7.5% ഉയർന്ന് 42,279 കോടി. കിട്ടാക്കടം പിടിച്ചെടുക്കുന്നതിൽ IBCക്ക് മികച്ച നേട്ടം. 9 വർഷത്തിനുള്ളിൽ 12 ലക്ഷം കോടി രൂപയിലധികം പിരിച്ചെടുത്തു. വിശദമായ വാർത്തകൾ നോക്കാം. VSന് യാത്രാമൊഴിയേകി കേരളം. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വൻ ജനസാഗരമാണ് ആലപ്പുഴയിലേക്ക് ഇരമ്പിയെത്തിയത്. തിരക്ക് വർദ്ധിച്ചതോടെ മുൻകൂട്ടി നിശ്ചയിച്ചതിലും ഏറെ വൈകിയാണ് വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കാനായത്. 5 മണിയോടെ പാർട്ടി ഓഫീസിൽ നിന്നും ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വിലാപയാത്ര നീങ്ങി. അവിടെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി അമലാണ് ചേരുന്നത്. അമൽ, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. വിലാപയാത്ര ഇപ്പോൾ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ 7ഓടെയാണ് VSന്റെ വിലാപയാത്ര ജന്മനാടായ ആലപ്പുഴയിലേക്ക് പ്രവേശിച്ചത്. ഉച്ചയോടെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ച VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരക്കണക്കിന് പേരാണ് ഒഴുകിയെത്തിയത്. വീടിന് മുന്നിലെ ജനസാഗരത്തെ നിയന്ത്രിക്കാൻ പോലീസും റെഡ് വളണ്ടിയർമാരും ഉൾപ്പെടെ നന്നേ പാടുപെടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു എന്നും സമയനിഷ്ഠ പുലർത്തിയ VSന്റെ അവസാന യാത്ര. രാവിലെ 9 മണിയോടെ VSന്റെ വീട്ടിലെത്തുമെന്ന് കരുതിയിരുന്ന വിലാപയാത്ര ഉച്ചയോടെ മാത്രമാണ് എത്തിക്കാനായത്. അത്രയ്ക്ക് തിരക്കായിരുന്നു പ്രിയ നേതാവിനെ കാണാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പാതയോരങ്ങളിൽ തടിച്ചുകൂടിയത്. വീട്ടിൽ നിന്നും പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുമ്പോഴും ഇവിടെയും ജനങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു VSനായി കാത്തുനിൽപ്പുണ്ടായിരുന്നത്. പാർട്ടി കേന്ദ്ര നേതാക്കളും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഓഫീസിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, മന്ത്രിമാർ, MLAമാർ, MPമാർ, വിവിധ സംഘടനാ നേതാക്കൾ, സാമൂഹ്യ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ഓഫീസിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. സമയം വൈകുന്നതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന്റെ സമയം അരമണിക്കൂറായി കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അഭൂതപൂർവമായ തിരക്ക് കാരണം പ്രതീക്ഷിച്ച അത്രയും ദൈർഘ്യം കുറയ്ക്കാനും കഴിഞ്ഞിരുന്നില്ല. ഇവിടെ നിന്നും ഏതാണ്ട് 5 മണിയോടെയാണ് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വിലാപയാത്ര ആരംഭിച്ചത്. പൊതുജനങ്ങൾക്ക് ഇവിടെയും VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനാകും. തിരുവമ്പാടി ജംഗ്ഷൻ, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, കളക്ടറേറ്റ് ജംഗ്ഷൻ, ആലപ്പുഴ ബീച്ച് വഴിയാണ് VSനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപം എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കും. റിക്രിയേഷൻ ഗ്രൗണ്ടിലും കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് ഇവിടെയും മുദ്രാവാക്യം വിളികളുമായി ആയിരങ്ങളാണ് കാത്തു നിൽക്കുന്നത്. ജില്ലയ്ക്ക് പുറത്ത് നിന്നുള്ളവരാണ് ഇവരിൽ ഏറെയും. പ്രധാനമായും വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരൊക്കെയാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ വന്ന് പ്രിയ നേതാവിനെ കാണാൻ തമ്പടിച്ചിരിക്കുന്നത്. എത്ര വൈകിയാലും എത്ര ബുദ്ധിമുട്ടിയാലും VSനെ ഒരു നോക്ക് കണ്ടിട്ടേ മടങ്ങൂ എന്ന വാശിയിൽ തന്നെയാണ് എല്ലാവരും. റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ശേഷം തിരുവമ്പാടി ജംഗ്ഷൻ വഴി മൃതദേഹം വിലാപയാത്രയായി പോരാളികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലെത്തിക്കും. ഇവിടങ്ങളിലെ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് 8 മണിയൊക്കെ കഴിഞ്ഞാകും സംസ്കാര ചടങ്ങുകൾ ഒരുപക്ഷെ നടത്താനാവുക. വിദ്യ. VSന് യാത്രാമൊഴിയേകി കേരളം. വൻ ജനാവലിയാണ് VSന് അന്ത്യോപചാരം അർപ്പിക്കാൻ വിവിധയിടങ്ങളിലായി തടിച്ചുകൂടിയിരിക്കുന്നത്. അതിനാൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ഇനിയും വൈകുമെന്നാണ് അമൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യൻ ഓഹരി വിപണി ബുധനാഴ്ച നേട്ടത്തിൽ അവസാനിച്ചു. BSE സെൻസെക്സ് 539.83 പോയിന്റ് അഥവാ 0.66% ഉയർന്ന് 82,726.64 ക്ലോസ് ചെയ്തു.
NSE നിഫ്റ്റി 159 പോയിന്റ് അഥവാ 0.63% ഉയർന്ന് 25,219.9 ക്ലോസ് ചെയ്തു. സെൻസെക്സ് കമ്പനികളിൽ ടാറ്റ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, ബജാജ് ഫിനാൻസ്, മാരുതി ബജാജ് ഫിനാൻസ്, ഫിൻസർ, ICICI ബാങ്ക്, HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് പ്രധാനമായും നേട്ടമുണ്ടാക്കിയവ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അൾട്രാടെക് സിമന്റ്, ഭാരത് ഇലക്ട്രോണിക്സ്, ITC എന്നിവ പിന്നിലായിരുന്നു. വ്യാപാര താരിഫ് ആശങ്കകൾ കയറ്റുമതിയെയും നിക്ഷേപത്തെയും ബാധിക്കും. ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം ADB 6.5% കുറച്ചു. വ്യാപാര അനിശ്ചിതത്വം കയറ്റുമതിയെയും നിക്ഷേപത്തെയും ബാധിക്കുമെന്ന കണക്കുകൂട്ടലിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 2026 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 6.7% നിന്ന് 6.5% കുറച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നുവെന്ന് ADB വിലയിരുത്തി. US അടിസ്ഥാന താരിഫുകളുടെയും അനുബന്ധ നയ അനിശ്ചിതത്വത്തിന്റെയും ആഘാതമാണ് ഈ പരിഷ്കരണത്തിന് പ്രധാനമായും കാരണം. ആഗോള വളർച്ച കുറയുന്നതിന്റെയും ഇന്ത്യൻ കയറ്റുമതിയിൽ US അധിക താരിഫുകളുടെ നേരിട്ടുള്ള സ്വാധീനത്തിന്റെയും പ്രത്യാഘാതങ്ങൾക്ക് പുറമെ നയ അനിശ്ചിതത്വവും നിക്ഷേപത്തെ ബാധിച്ചേക്കാമെന്ന് ADB പറഞ്ഞു. ഗ്രാമീണ ആവശ്യകതയിലെ പുനരുജ്ജീവനത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര ഉപഭോഗം ശക്തമായി വളരുമെന്ന് റിപ്പോർട്ട് പറഞ്ഞു. സേവന കാർഷിക മേഖലകൾ വളർച്ചയുടെ പ്രധാന ചാലകങ്ങളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണയേക്കാൾ കൂടുതൽ മൺസൂൺ സാമ്പത്തിക വളർച്ചയുടെ ഉത്തേജനമാകും. സാമ്പത്തിക സർവേ 2026 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ച 6.3%-ലും 6.8%-ലും ഇടയിലായിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. RBI നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വളർച്ചാ പ്രവചനം മുൻപത്തെ 6.7%-ൽ നിന്ന് 6.5%-ആയി കുറച്ചിരുന്നു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 2025 സാമ്പത്തിക വർഷത്തിൽ 6.5% വളർച്ച കൈവരിച്ചു. ഇത് 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വേഗതയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് 9.2%. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇ-കൊമേഴ്സ് കമ്പനി മിന്ത്രയ്ക്കെതിരെ 1654 കോടി രൂപയുടെ ഫെമ കേസ്. വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളുടെ പേരിലാണ് ED കേസെടുത്തത്. ഫ്ലിപ്കാർട്ടിന്റെ പിന്തുണയുള്ള മിന്ത്ര ഡിസൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഡയറക്ടർമാർക്കും എതിരെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഫെമ പ്രകാരം കേസ് ഫയൽ ചെയ്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED അറിയിച്ചു. 1654 കോടിയിലധികം രൂപ വിലമതിക്കുന്ന വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മിന്ത്രയും അനുബന്ധ കമ്പനികളും മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇത് ഹോൾസെയിൽ ക്യാഷ് ആൻഡ് ക്യാരി ബിസിനസ്സായി മറച്ചുവെച്ചതായും ED ആരോപിക്കുന്നു. ഫെമ നിയമപ്രകാരമാണ് കേസ് ഫയൽ ചെയ്തത്. മിന്ത്രയ്ക്കും അതിന്റെ അനുബന്ധ കമ്പനികൾക്കും ഡയറക്ടർമാർക്കുമെതിരെ EDയുടെ ബാംഗ്ലൂരു സോണൽ ഓഫീസാണ് പരാതി രജിസ്റ്റർ ചെയ്തത്. മൊത്തവ്യാപാര പ്രവർത്തനങ്ങൾ എന്ന വ്യാജേന കമ്പനി മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ വ്യാപാരം നടത്തുന്നുണ്ടെന്ന വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് ഏജൻസി പറഞ്ഞു. മിന്ത്ര ഡിസൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് 1654 കോടി വിദേശ നിക്ഷേപം സമാഹരിച്ചതായി ED അന്വേഷണത്തിൽ കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമരൂപം നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UKയിലേക്ക് തിരിച്ചു. UKയുമായുള്ള വ്യാപാര കരാർ ട്രംപിനുള്ള സന്ദേശം കൂടിയെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ജൂലൈ 23 മുതൽ 24 വരെ UK സന്ദർശിക്കുന്ന മോദി ജൂലൈ 25 മുതൽ 26 വരെ മാലിദ്വീപിൽ ചെലവഴിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK സന്ദർശന വേളയിൽ ഇന്ത്യയും UKയും വ്യാഴാഴ്ച സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ബ്രിട്ടീഷ് വിസ്കി, കാറുകൾ, ചില ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ തീരുവ ലഘൂകരിക്കാനും ഇന്ത്യൻ തുണിത്തരങ്ങൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഡ്യൂട്ടി ഫ്രീ ആക്സസും UK വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യ UK വ്യാപാര കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള സന്ദേശം കൂടിയാണ്. ഇന്ത്യ US താരിഫ് ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇടക്കാല വ്യാപാര ഉടമ്പടി യാഥാർത്ഥ്യമാകാത്ത സാഹചര്യത്തിലും ട്രംപിന് തിരിച്ചടിയാണ് ഇന്ത്യ UK കരാർ എന്ന് വേണമെങ്കിൽ പറയാം. 3 വർഷമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു വരികയാണ്. നിരവധി തടസ്സങ്ങൾ നീക്കിയാണ് വ്യാപാര കരാർ അന്തിമമാക്കുന്നത്. 1 വർഷത്തിനകം ബ്രിട്ടീഷ് പാർലമെന്റും ഇന്ത്യയുടെ ഫെഡറൽ ക്യാബിനറ്റും അംഗീകരിച്ചതിനു ശേഷം ഇത് പ്രാബല്യത്തിൽ വരും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഔപചാരികമായി ഒപ്പിടലിനായി പ്രധാനമന്ത്രി മോദിയെ അനുഗമിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2014 അധികാരമേറ്റതിനു ശേഷം മോദി നടത്തുന്ന 4ാമത്തെ UK സന്ദർശനമാണിത്. വ്യാപാരം, ഊർജം, സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും വ്യവസായ പ്രമുഖരുമായി ചർച്ചകൾ നടത്താനും പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി മോദി കൂടിക്കാഴ്ച നടത്തും. 2023-24 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $55 ബില്യൺ അതേസമയം UK ഇന്ത്യയുടെ 6ാമത്തെ വലിയ നിക്ഷേപകരായി മാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഇൻഫോസിസിന്റെ ഒന്നാം പാദത്തിലെ ലാഭം 8.6% ഉയർന്ന് 6,921 കോടി രൂപയായി. വരുമാനം 7.5% ഉയർന്ന് 42,279 കോടി രൂപയായി. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ IT സേവന സ്ഥാപനമായ ഇൻഫോസിസ് ജൂൺ പാദത്തിൽ സംയോജിത അറ്റാദായത്തിൽ 8.7% വർധനവ് രേഖപ്പെടുത്തി. അറ്റാദായം 6,921 കോടി രൂപയായി. ബംഗളൂരു ആസ്ഥാനമായുള്ള സ്ഥാപനം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 6,368 കോടി രൂപയുടെ അറ്റാദായം രേഖപ്പെടുത്തിയിരുന്നുവെന്ന് റെഗുലേറ്ററി ഫയലിംഗ് പറയുന്നു. അവലോകന പാദത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഇൻഫോസിസിന്റെ വരുമാനം 7.53% വർദ്ധിച്ച് 42,279 കോടി രൂപയായി. 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ ഇത് 39,315 കോടി രൂപയായിരുന്നു. ലാഭം 1.5% കുറഞ്ഞപ്പോൾ വരുമാനം 3.3% വർദ്ധിച്ചു. ഇൻഫോസിസിന്റെ ഓഹരികൾ ബുധനാഴ്ച BSEയിൽ 0.90% കുറഞ്ഞ് 1,556 രൂപയിൽ ക്ലോസ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കിട്ടാക്കടം പിടിച്ചെടുക്കുന്നതിൽ IBCക്ക് മികച്ച നേട്ടം. 9 വർഷത്തിനുള്ളിൽ 12 ലക്ഷം കോടി രൂപയിലധികം പിടിച്ചെടുത്തു. 9 വർഷം മുമ്പ് അവതരിപ്പിച്ച ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC ഇന്ത്യയിലെ കിട്ടാക്കടം പിരിച്ചെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ക്രിസിൽ റിപ്പോർട്ട്. ക്രിസിൽ മാർക്കറ്റ് ഇന്റലിജൻസിന്റെ വിശകലനമനുസരിച്ച് ഏകദേശം 12 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടം IBC നേരിട്ട് പരിഹരിച്ചു. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അംഗീകരിച്ച കേസുകൾ IBC പരിഹരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് എടുത്തു കാണിച്ചു. NCLTയിൽ ഔപചാരികമായി പ്രവേശനം നേടുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 14 ലക്ഷം കോടി രൂപയുടെ കടം ഉൾപ്പെടെ 30,000 കേസുകൾ തീർപ്പാക്കിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. പാപ്പരത്ത നടപടികൾ ഒഴിവാക്കി കടം വാങ്ങുന്നവരെ നേരത്തെ കുടിശ്ശിക തീർക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി IBC പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2016 മുതൽ വിവിധ സംവിധാനങ്ങളിലൂടെ പരിഹരിച്ച ആകെ കടം 48 ലക്ഷം കോടി രൂപയിലെത്തി. ഇതിൽ IBCയുടെ ഏറ്റവും ഉയർന്ന വീണ്ടെടുക്കൽ നിരക്ക് ഏകദേശം 35%. സർഫാസിക്ക് 22%, DRTക്ക് 7%, ലോക് അദാലത്തിന് 3%മാണ് നിരക്കുകൾ. ചില വെല്ലുവിളികളും പ്രത്യേകിച്ച് പരിഹാര സമയക്രമങ്ങളിലെ കാലതാമസവും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. IBC പ്രകാരം ഒരു കേസ് പരിഹരിക്കുന്നതിനുള്ള ശരാശരി സമയം 713 ദിവസമായി വർദ്ധിച്ചു. ഇത് നിർദ്ദിഷ്ട 330 ദിവസത്തെ പരിധിയുടെ ഇരട്ടിയിലധികമാണ്. നടപടിക്രമ തടസ്സങ്ങളും ക്രോസ് വ്യവഹാരങ്ങളുമാണ് കാലതാമസത്തിന് കാരണം. ഇത് മെച്ചപ്പെടുത്തുന്നതിന് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ NCLT ബെഞ്ച് വിപുലീകരിച്ചു. ഓൺലൈൻ പരിഹാരം അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 3/4 ലക്ഷം രൂപ കടന്നു. ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയും വർദ്ധിച്ച് യഥാക്രമം 9,380 രൂപയും 75,040 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും മാറ്റമുണ്ട്. 78 രൂപ വർദ്ധിച്ച് 7,675 രൂപയിലാണ് വ്യാപാരം. വെള്ളിവില 1 രൂപ ഉയർന്ന് ഗ്രാമിന് 129 രൂപയായി. കേരള വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ കയർ വ്യവസായ മേഖല വളർച്ചയുടെ പാതയിൽ. ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവാണ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയത്. 2025-26 സാമ്പത്തിക വർഷം ഉൽപാദനം 70,000 ടണ്ണായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2024-25 സാമ്പത്തിക വർഷം 11,900 ടൺ കയർ സംഭരിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ കയർ മേഖലയുടെ പൂർണ്ണ യന്ത്രവൽക്കരണം സാധ്യമാക്കും. ചകിരി മില്ലുകളുടെ എണ്ണം 500ആയും ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകളുടെ എണ്ണം 10,000ആയും ഓട്ടോമാറ്റിക് ലൂമുകളുടെ എണ്ണം 300ആയും ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇതിനോടകം 1,500 ഓട്ടോമേറ്റഡ് സ്പിന്നിംഗ് മെഷീനുകൾ സ്ഥാപിച്ചു. 5 സംഘങ്ങളിൽ ഓട്ടോമാറ്റിക് മെഷീനുകൾ സ്ഥാപിക്കുന്നത് പുരോഗമിക്കുന്നതായും അധികൃതർ പറഞ്ഞു. കയർഫെഡിന്റെ താവം മാമ്പറ്റ യൂണിറ്റുകളിൽ ആധുനിക DF മെഷീനറികൾ സ്ഥാപിച്ചു. 4 കയർ സംഘങ്ങളിലും കയർഫെഡിലുമായി 11 ഫുള്ളി ഓട്ടോമാറ്റിക് ലൂമുകൾ സ്ഥാപിക്കാനും കഴിഞ്ഞു. കയർ കോർപ്പറേഷനിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചു. കയർ ഭൂവസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നതിന് നിലവിലുള്ള ലൂമുകളേക്കാൾ ഇരട്ടി ശേഷിയും വിലക്കുറവുമുള്ള മാഗ്നറ്റിക് ലൂം KSCM-MC വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 മാഗ്നറ്റിക് ലൂമുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. 500 ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകളും 10 ഡിഫൈബറിംഗ് മെഷീനുകളും നവീകരിച്ച ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി 1.47 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഇന്ത്യയിലെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുമായി ചേർന്ന പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനുള്ള പദ്ധതികളും പരിഗണനയിലാണ്. കയർ വ്യവസായത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുമുള്ള പ്രവർത്തനങ്ങളാണ് തുടരുന്നതെന്ന് സർക്കാർ അറിയിച്ചു. മൈഫിൻ TV, തിരുവനന്തപുരം.
പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാര താരിഫ് ആശങ്കകൾ കയറ്റുമതിയെയും നിക്ഷേപത്തെയും ബാധിക്കും. ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം ADB 6.5% കുറച്ചു. ഇ-കൊമേഴ്സ് കമ്പനി മിന്ത്രയ്ക്കെതിരെ 1654 കോടി രൂപയുടെ ഫെമ കേസ്. വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നിയമന ലംഘനങ്ങളുടെ പേരിലാണ് ED കേസെടുത്തത്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK-യിലേക്ക് തിരിച്ചു. UK-യുമായുള്ള വ്യാപാര കരാർ ട്രംപിനുള്ള സന്ദേശം കൂടിയെന്ന് റിപ്പോർട്ട്. ഇൻഫോസിസിന്റെ ഒന്നാം പാദത്തിലെ ലാഭം 8.6% ഉയർന്ന് 6921 കോടി രൂപയായി. വരുമാനം 7.5% ഉയർന്ന് 42,279 കോടി. കിട്ടാക്കടം പിടിച്ചെടുക്കുന്നതിൽ IBCക്ക് മികച്ച നേട്ടം. 9 വർഷത്തിനുള്ളിൽ 12 ലക്ഷം കോടി രൂപയിലധികം പിടിച്ചെടുത്തു. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.